മുരളി ഗോപി തിരക്കഥയെഴുതി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ സിനിമ സംഘപരിവാർ ആൾക്കൂട്ടത്തിന്റെ ഭീഷണി മൂലം വീണ്ടും സെൻസറിങ് ചെയ്യുന്നുവെന്നതാണ് വാർത്ത. ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ അതേപടി സിനിമ വരച്ചുകാട്ടുകയും അത് വംശഹത്യയെക്കുറിച്ചുള്ള സംഘപരിവാർ വിശദീകരണങ്ങൾക്ക് വിരുദ്ധമാവുകയും ചെയ്യുന്നുവെന്നതാണ് അവർ സിനിമയ്ക്കെതിരെ വാളെടുക്കാൻ കാരണം. സിനിമ ചരിത്രം പറയാൻ ഉദ്ദേശിച്ചുള്ളതല്ല, അത് തികച്ചും കച്ചവട താല്പര്യത്തോടെ ആളുകളെ രസിപ്പിക്കാൻ നിർമ്മിക്കുന്നതാണ്. അക്കാദമികമായൊരു ദൗത്യവും അത് നിർവഹിക്കുന്നുമില്ല. അതിനാൽ തന്നെ വെട്ടിത്തിരുത്തലുകൾ യഥാർത്ഥ ചരിത്രത്തെ ബാധിക്കാൻ പോകുന്നില്ല. ഔറംഗസീബ് കോട്ടയിൽ നിധിയൊളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന ഛാവ സിനിമയിലെ കെട്ടുകഥ കണ്ട് ബുർഹാൻപൂരിലെ ചരിത്ര പ്രസിദ്ധ അസിർഘട്ട് കോട്ടയും പരിസരവും വയലുകളിലും മെറ്റൽ ഡിറ്റക്ടറുകളും പിക്കാസുകളുമായി നിധി തേടിയിറങ്ങിയ വിഡ്ഢികളുടെ നാട്ടിലാണ് നാം ഉള്ളതെന്ന് വിസ്മരിച്ചുകൂടാ. സിനിമയെ ചരിത്രമായി കാണുന്ന വലിയൊരു സമൂഹം നമുക്കിടയിലുണ്ട്. ഗുജറാത്ത് വംശഹത്യയിൽ സംഭവിച്ചതും അതിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കുള്ള പങ്കും രേഖപ്പെടുത്തി വെച്ച ചരിത്രമാണ്. ഒരു സിനിമയിൽ നിന്ന് ഏതെങ്കിലും ഭാഗം വെട്ടിമാറ്റിയത് കൊണ്ട് ആ വസ്തുതകൾ ഇല്ലാതാകാൻ പോകുന്നില്ല. പക്ഷേ കശ്മീർ ഫയൽസ്, കേരള സ്റ്റോറി, ഛാവ പോലുള്ള ചരിത്രത്തെ വളച്ചൊടിച്ചുള്ള സിനിമകൾ വാഴ്ത്തപ്പെടുകയും അതിനെതിരായ വിമർശനങ്ങളെ സർക്കാർ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന നിലയിൽ തള്ളിക്കളയുകയും ചെയ്യുന്ന കാലത്താണ് എമ്പുരാൻ തിരക്കഥയുടെ അന്തസത്ത നശിപ്പിക്കുന്ന വെട്ടലുകൾക്ക് വഴങ്ങേണ്ടി വരുന്നത് ഗൗരവമായ കാര്യമാണ്. തങ്ങളുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായതൊന്നിനും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന അവകാശമില്ലെന്ന നിലപാടാണ് സംഘപരിവാറിൻ്റെത്. സിനിമയെ വിദ്യാഭ്യാസമില്ലാത്ത തലമുറയിലേക്ക് വ്യാജ ചരിത്രത്തെ അഭിനിവേശിപ്പിക്കാനുള്ള മാധ്യമമായി സംഘപരിവാർ കാണുന്നുണ്ട്. ചരിത്രത്തിൽ സംഘപരിവാർ നടത്തുന്ന വെട്ടിത്തിരുത്തലുകൾ വരും തലമുറയിലാണ് മാറ്റമുണ്ടാക്കുക. എന്നാൽ നിലവിലെ തലമുറയെ സ്വാധീനിക്കണമെങ്കിൽ സിനിമ എളുപ്പമാർഗമാണ്. അതുകൊണ്ടാണ് അതിനെതിരെ വരുന്ന തിരക്കഥകളെ സംഘപരിവാർ പേടിയോടെ കാണുന്നത്. സിനിമ രാജ്യത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണെങ്കിൽ അതോടൊപ്പം രാജ്യത്തിൻ്റെ സോഫ്റ്റ് പവറിനുള്ള നിർണായക ഉപകരണമായി മാറുന്നു. ശീതയുദ്ധകാലത്ത് കമ്മ്യൂണിസത്തിനെതിരായ പ്രത്യയശാസ്ത്ര പോരാട്ടത്തിൽ അമേരിക്കയെ വിജയിപ്പിക്കുന്നതിൽ ഹോളിവുഡ് വഹിച്ച പങ്ക് വലുതാണ്. നാസി അധിനിവേശകാലത്ത് ഹിറ്റ്ലർ സിനിമകളിൽ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു. ഇന്ത്യയിൽ 1950കളിലെയും 1960കളുടെ തുടക്കത്തിലെയും സിനിമകൾ ജാഗൃതി, അബ് ദില്ലി ദൂർ നഹി, നയാ ദൗർ, ഹം ഹിന്ദുസ്ഥാനി, ദൂൽകാ ഫൂൽ, ധർമ്മപുത്ര, വിലാപ സമാനമായ യുദ്ധചരിത്രമായ ഹക്കീക്കത്ത് തുടങ്ങിയ സിനിമകളിൽ ഐക്യം, സമാധാനം, പുരോഗതി, സോഷ്യലിസ്റ്റ് രാഷ്ട്ര നിർമ്മാണത്തെക്കുറിച്ചുള്ള നെഹ്റുവിയൻ കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. പ്യാസ, ഫിർ സുബാ ഹോഗി, ഫുട്പാത്ത്, ശ്രീ 420, ദോ ബീഗ ജമീൻ തുടങ്ങി സിനിമകൾ നെഹ്റുവിൻ്റെ നയങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ അടയാളപ്പെടുത്തിയപ്പോഴും സർക്കാർ അതിനെ സഹിഷ്ണുതയോടെ കാണുകയും ആസ്വദിക്കുകയും ചെയ്തു. മോദി കാലത്തിനൊപ്പം സിനിമയുടെ സ്വഭാവവും മാറി. 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉറി, PM നരേന്ദ്രമോദി എന്നിങ്ങനെ 2 പ്രൊപഗണ്ട സിനിമകളാണ് സർക്കാർ പിന്തുണയോടെ വന്നത്. രാജ്യത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ സംഘപരിവാർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ വെല്ലുവിളി ഉയർത്തിയ പ്രധാന സംഭവം MF ഹുസൈൻ്റെ ചിത്രങ്ങൾക്കെതിരായ നീക്കമാണ്. അഹമ്മദാബാദിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ഗാലറി നശിപ്പിക്കപ്പെട്ടു. മറ്റു നഗരങ്ങളിൽ ഹുസൈൻ്റെ കലാപ്രദർശനങ്ങൾ സംഘടിപ്പിക്കാൻ ധൈര്യപ്പെടുന്നവർ അക്രമ ഭീഷണികൾ വിധേയരായി. രാജ്യത്തിനുടനീളം 900 കേസുകൾ ഹുസൈനെതിരെ ഫയൽ ചെയ്യപ്പെട്ടു. MF ഹുസൈൻ ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. ഹുസൈൻ്റെ ചിത്രങ്ങൾ പിടിച്ചെടുക്കാൻ ഡൽഹി കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്ന സാഹചര്യം വരെ രാജ്യത്തുണ്ടായെന്നോർക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ താല്പര്യങ്ങൾക്കെതിരായ ആവിഷ്കാരങ്ങൾക്ക് നേരെ നിരവധി അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പത്മാവത് സിനിമയുടെ പേരിൽ ബോളിവുഡ് നടി ദീപിക പത്കോണിൻ്റെയും സംവിധായകൻ സഞ്ജയ് ലീല ബൻസാലിയുടെയും തലയ്ക്ക് BJP നേതാക്കൾ 10 കോടി ഇനാം പ്രഖ്യാപിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ബോളിവുഡിൽ അവരുടെ സഹപ്രവർത്തകർ പോലും ഉണ്ടായില്ല. രാജ്യത്തെ അടിച്ചമർത്തൽ അന്തരീക്ഷവും അവിടുത്തെ വർഗീയ സംഘടനകൾ ആസ്വദിക്കുന്ന യഥാർത്ഥ ശക്തിയുമാണ് ഇതിന് പിന്നിലെ ഗ്രഹിക്കാവുന്ന യുക്തി. രാജ്യത്തെ അടിച്ചമർത്തൽ അന്തരീക്ഷവും അവിടുത്തെ വർഗീയ സംഘടനകൾ ആസ്വദിക്കുന്ന യഥാർത്ഥ ശക്തിയുമാണ് ഇതിന് പിന്നിലെ ഗ്രഹിക്കാവുന്ന യുക്തി. പരസ്യമായി അക്രമ ഭീഷണി മുഴക്കുന്ന സംഘടനകൾക്കെതിരെ സെലിബ്രിറ്റികൾ പോലും സംസാരിക്കുന്നത് വളരെ അപകടകരമായ സാഹചര്യമുണ്ടാക്കുന്നു. ഈ സാഹചര്യം തന്നെയാണ് എമ്പുരാനിലെ രംഗങ്ങൾ വെട്ടിമാറ്റാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ സമ്മതിച്ചതിന് പിന്നിലുമുള്ളത്.
സിനിമ അവരുടെ കൊളോണിയൽ താൽപ്പര്യങ്ങളെ വിട്ടുവീഴ്ചയും കൂടാതെ സേവിക്കണമെന്ന ബ്രിട്ടീഷ് ഭരണാധികാരികൾ ദൃഢനിശ്ചയം ചെയ്തിരുന്ന സമയത്താണ് 1918 ഇന്ത്യയിൽ സെൻസർഷിപ്പ് നിയമം നിലവിൽ വന്നത്. സിനിമയിലെ അധാർമിക രംഗങ്ങളും നിയമവിരുദ്ധ ഭാഗങ്ങളും വെട്ടിമാറ്റുക എന്നതാണ് സെൻസർ ബോർഡ് എന്ന ആശയം സ്വാതന്ത്ര്യത്തിന് ശേഷവും നിലനിർത്തിയതിൻ്റെ പിന്നിലെ യുക്തി. എന്നാൽ ഇപ്പോഴതിനെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കനുസൃതമായി ഉപയോഗിക്കുന്നു. ഒരു സിനിമയിലെ രംഗങ്ങൾ വെട്ടിനിരത്തിയാലും ഇല്ലെങ്കിലും, നുണക്കഥകളിൽ ഒളിപ്പിച്ചാലും, ഗോദ്രയിലെ തീവെപ്പിലെ ദുരൂഹതയും ഗുജറാത്ത് വംശഹത്യയും എക്കാലത്തും മോദിയെയും സംഘ് പരിവാറിനെയും വേട്ടയാടും. എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും അത് BBC ഡോക്യുമെൻ്ററി ആയോ മറ്റേതെങ്കിലും രൂപത്തിലോ ഉയർത്തെഴുന്നേറ്റ് വരും. മോദിയുടെ പങ്കിന് തെളിവില്ലെന്ന പഴയ സുപ്രീം കോടതി വിധി കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല അതൊന്നും.